നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ HTML നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഐ ഫ്രെയിം ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ വെബ് പേജ് വിതിൻ എ വെബ് പേജ്. ഒരു ഐ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിനകത്ത് മറ്റൊരു വെബ് പേജിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് ഐ ഫ്രെയിം ടാഗ്. ഓപ്ഷൻ ദെയർ ഈസ് നോ സച്ച് തിങ്സ് ഇൻ ആൻ ഐ ഫ്രെയിം. ഫാൾസ്, ട്രൂ. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ട്രൂ ആണ് ആൻസർ. അതായത് ഐ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു വെബ് പേജിനകത്ത് നമുക്ക് മറ്റൊരു വെബ് പേജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഐ ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്നത്. നോക്കിയത് ഐ ഫ്രെയിം ടാഗ് സ്പെസിഫൈസ് ആൻ ഇൻലൈൻ ഫ്രെയിം. ഐ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻലൈൻ ഫ്രെയിം ആണ് ഐ ഫ്രെയിം എന്ന് പറയുന്നത്. An inline frame is used to embed another document within the current HTML document. ഇപ്പോഴുള്ള HTML ഡോക്യുമെൻറ്റിൽ മറ്റൊരു ഡോക്യുമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻലൈൻ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇൻലൈൻ ഫ്രെയിമാണ് ഐ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആൻസർ ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. HTML കമൻറ്റ് സ്റ്റാർട്ട് വിത്ത് ഈ ഒരു ടാഗ് ആൻഡ് എൻഡ് വിത്ത് ഈ ടാഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് HTML കമൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ലെസ് ദാൻ സിമ്പിൾ, എക്സ്ക്ലമേഷൻ മാർക്ക്, നോട്ട് സിമ്പിൾ, അതുപോലെ തന്നെ ഹൈഫൺ. അത് കഴിഞ്ഞിട്ട് 2 ഹൈഫൺ കഴിഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഈ ഒരു രീതിയിലാണ് കമൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കമൻറ്റ്സ് പഠിച്ച സമയത്ത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആൻസർ ട്രൂ ആണ്. അടുത്തത് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ നോർമലി ഡിസ്പ്ലേഡ് വിത്തൗട്ട് സ്റ്റാർട്ടിങ് എ ന്യൂ ലൈൻ. ബ്ലോക്ക് എലമെൻറ്റ്സ് എന്താ? പുതിയ ലൈനിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻസർ എന്താണ്? ഫോൾസ് ആണ്. ബ്ലോക്ക് എലമെൻറ്റ്സ് പുതിയ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇൻലൈൻ എലമെൻറ്റ്സ് പറഞ്ഞു. ഇൻലൈൻ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? പുതിയ ലൈനിലേക്ക് പോകുന്നില്ല, പുതിയ ലൈനിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പുതിയ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആൻസർ ഫോൾസ് ആണ്. ബ്ലോക്ക് എലമെൻറ്റ് എന്താണെന്ന് പറയാം. എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ഓൾവേസ് സ്റ്റാർട്ട് ഓൺ എ ന്യൂ ലൈൻ. പുതിയ ലൈനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ആഡ് സം സ്പേസ്. അതായത് ബ്രൗസർ എന്ത് ചെയ്യും? സം സ്പേസ്, അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ആവശ്യമായിട്ടുള്ള സ്പേസ് ആഡ് ചെയ്യും. എവിടെയാണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ മാർജിൻ, നമ്മുടെ മാർജിനിൽ സ്പേസ് ആഡ് ചെയ്യും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി എലമെൻറ്റ്. എലമെൻറ്റിന് മുന്നേയും എലമെൻറ്റിന് ശേഷവും മാർജിനിൽ കുറച്ച് സ്പേസ് ഓട്ടോമാറ്റിക്കലി ബ്രൗസർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഡിവ് ടാഗൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് എന്താണ് ഈ ബ്ലോക്ക് ലെവൽ പിന്നെ സ്പേസ് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്നത്. അതായത് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സിന് എക്സാമ്പിളാണ് നമ്മുടെ പാരഗ്രാഫ് ടാഗ്, ഡിവിഷൻ ടാഗ്. അതുപോലെ തന്നെ മറ്റ് എക്സാമ്പിൾസ് ആണ് അഡ്രസ്സ്, DT, DD, ഫൂട്ടർ, ക്യാൻവാസ്, വീഡിയോ, ടേബിൾ, ഓർഡേർഡ് ലിസ്റ്റ്, ബ്ലോക്ക് കോട്ട്. ഇതെല്ലാം ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ എക്സാമ്പിളായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് HTML എലമെൻറ്റ് ഡിഫൈൻസ് ദി ടൈറ്റിൽ ഓഫ് എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ ഡിഫൈൻ ചെയ്യുന്നത് ഏത് ടാഗിനാണ്? നമ്മൾ ടൈറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? HTML. അതിനകത്ത് ഹെഡ് ഓപ്പൺ ചെയ്യും. ഹെഡിനകത്താണ് എന്ത് കൊടുക്കുന്നത്? ടൈറ്റിൽ കൊടുക്കുന്നത്. ടൈറ്റിലാണ് നമുക്ക് നമ്മുടെ ടൈറ്റിൽ എവിടെയാണ്? നമ്മുടെ ബ്രൗസറിൽ മുകളിൽ ടൈറ്റിൽ ബാറിലാണ് എന്ത് ചെയ്യുന്നത്? ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ബോഡി ടാഗിനകത്താണ് കൊടുക്കുന്നത്. ബോഡി ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് HTML ടാഗ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റിൽ ഓഫ് എ ഡോക്യുമെൻറ്റ് നമ്മൾ ഏത് ടാഗിനകത്താണ് കൊടുക്കുന്നത്? ടൈറ്റിലിനകത്താണ് കൊടുക്കുന്നത്. അടുത്തത്, വിച്ച് HTML ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ആൻ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഫോർ ആൻ ഇമേജ് ഇഫ് ദ ഇമേജ് കനോട്ട് ബി ഡിസ്പ്ലേഡ്. അതായത് HTML ആട്രിബ്യൂട്ട്, ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന HTML IMG ടാഗിൻ്റെ കൂടെ വരുന്ന ആട്രിബ്യൂട്ട് ഏതാണ്? SRC ആണ് IMG ടാഗിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്.
സോറി, ഇത് മാർക്ക് ചെയ്തിരുന്നത് SRC ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? SRC IMG ടാഗിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് SRC ആട്രിബ്യൂട്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, വേറെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ആട്രിബ്യൂട്ടാണ് കൊടുക്കുന്നത്? ആൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് കൊടുക്കുന്നത്. അപ്പം IMG SRC അവിടെ നമ്മളൊരു ഇമേജ് കൊടുക്കും, എന്നിട്ട് ആൾട്ടിൽ നമ്മൾ എന്ത് കൊടുക്കും? ഒരു പാത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഇമേജ് കൊടുക്കും. അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് വിച്ച് HTML ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ആൻ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഫോർ ആൻ ഇമേജ്. അതായത് ഇമേജിന് പകരം ഒരു ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ഏത് ആട്രിബ്യൂട്ടാണ്? ഇഫ് ആൻ ഇമേജ് കനോട്ട് ബി ഡിസ്പ്ലേഡ്, ഇമേജ് ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ പകരം അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഒരു ടെക്സ്റ്റോ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏതിലാണ് കൊടുക്കുന്നത്? ആൾട്ടിലാണ് കൊടുക്കുന്നത്. ഇമേജ് പഠിച്ചപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡോക് ടൈപ്പ് ഈസ് കറക്റ്റ് ഫോർ HTML5? HTML5 യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ടൈപ്പ് ഏതാണ്? നമ്മളെല്ലാ എക്സാമ്പിൾ പറയുമ്പോഴും അതിൻ്റെ ആദ്യമേ നമ്മൾ ഇതാണ് HTML സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുന്നത് ഏതാണ്? ഡോക് ടൈപ്പ് HTML എന്നതാണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് HTML എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ഫൂട്ടർ ഫോർ എ ഡോക്യുമെൻ്റ് ഓർ സെക്ഷൻ? ഏതെങ്കിലും ഒരു സെക്ഷനോ ഡോക്യുമെൻറ്റിനോ ഫൂട്ടർ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഫൂട്ടർ എലമെൻറ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ കറക്റ്റ് HTML എലമെൻറ്റ് ഫോർ പ്ലേയിങ് എ വീഡിയോ ഫയൽ? വീഡിയോ ഫയൽസ് പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന HTML എലമെൻറ്റ് ഏതാണ്? വീഡിയോ എന്ന് പറയുന്ന എലമെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഡിയോ ഫയൽസ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഓഡിയോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫയൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വീഡിയോയും, ഓഡിയോ ഫയൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഓഡിയോയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ HTML യു ക്യാൻ എംബഡ് SVG എലമെൻറ്റ് ഡയറക്റ്റ്ലി ഇൻ ടു HTML പേജ്. SVG എലമെൻസിനെ നമുക്ക് HTML പേജിൽ ഡയറക്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. ഡയറക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് SVG എലമെൻറ്റ്സ് ഡയറക്റ്റ്ലി ഇൻ ടു HTML പേജ്. നമുക്ക് എംബഡ് ചെയ്യാം. ട്രൂ ആണ് ആൻസർ. അടുത്തത്, ദ HTML ഗ്ലോബൽ ആട്രിബ്യൂട്ട് കണ്ടന്റ് എഡിറ്റബിൾ ഈസ് യൂസ്ഡ്. HTML ഗ്ലോബൽ ആട്രിബ്യൂട്ടായ കണ്ടന്റ് എഡിറ്റബിൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? റിട്ടേൺ ദ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ഫൗണ്ട് ഒക്കറൻസ് ഓഫ് ദ കണ്ടന്റ് ഇൻസൈഡ് ദ സ്ട്രിംഗ്, സ്പെസിഫൈസ് ദ കോണ്ടെക്സ്റ്റ് മെനു ഫോർ ആൻ എലമെന്റ്, ദ മെനു അപ്പിയേഴ്സ് വെൻ ദ യൂസർ റൈറ്റ് ക്ലിക്ക് ഓൺ ദ എലമെന്റ്, സ്പെസിഫൈ വെദർ ദ കണ്ടന്റ് ഓഫ് ആൻ എലമെന്റ് ഷുഡ് ബി എഡിറ്റബിൾ ഓർ നോട്ട്, അപ്ഡേറ്റ് കണ്ടന്റ് ഫ്രം ദ സെർവർ. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടന്റ് എഡിറ്റബിൾ യൂസ് ചെയ്യുന്നത്? സ്പെസിഫൈ വെദർ ദ കണ്ടന്റ് ഓഫ് ആൻ എലമെന്റ് ഷുഡ് ബി എഡിറ്റബിൾ ഓർ നോട്ട്. ആ എലമെൻറ്റ് കണ്ടന്റ് എഡിറ്റബിൾ ആണോ അല്ലയോ എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടന്റ് എഡിറ്റബിൾ എന്ന് പറഞ്ഞ ഗ്ലോബൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ HTML ഓൺ ബ്ലർ ആൻഡ് ഓൺ ഫോക്കസ് ആർ. ഓൺ ബ്ലർ, ഓൺ ഫോക്കസ് ഒക്കെ എന്താണ് HTML ഈവൻറ്റ് ആട്രിബ്യൂട്ട്സ് ആണ് ഓൺ ബ്ലറും ഓൺ ഫോക്കസും. നമ്മൾ HTML ഫോംസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോം വാലിഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ബ്ലർ, ഓൺ ഫോക്കസ് എന്ന് പറയുന്ന ഈവൻറ്റ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. നോക്കിയേ, ഓൺ ബ്ലർ ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് വിത്ത് ഫോം വാലിഡേഷൻ കോഡ്. ഫോം വാലിഡേഷനിലാണ് ഓൺ ബ്ലർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, വെൻ ദ യൂസർ ലീവ്സ് എ ഫോം ഫീൽഡ്. യൂസർ ഒരു ഫോം ഫീൽഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ നിന്നും ലീവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഓൺ ബ്ലർ യൂസ് ചെയ്യുന്നത്. ഈ ഓൺ ബ്ലർ ആട്രിബ്യൂട്ടിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഓൺ ഫോക്കസ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഓൺ ബ്ലർ ആൻഡ് ഓൺ ഫോക്കസ് നമ്മുടെ ഫോംസിനെ വാലിഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നോക്കിയേ, ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളൊരു HTML പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫംഗ്ഷൻ, ഫോക്കസ് ഫംഗ്ഷൻ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ഇവിടെ നമ്മൾ ഇവിടെ നോക്കി, ആദ്യമേ നോക്കാം. ഇവിടെ നമ്മളൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റർ യുവർ നെയിം, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്, ID ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൺ ഫോക്കസ് ഇവിടെ കണ്ടോ, ഓൺ ഫോക്കസ് ഈക്വൽ ടു ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്, ഫോക്കസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓൺ ബ്ലർ ഈസ് ഈക്വൽ ടു ബ്ലർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഓൺ ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകും? ഫോക്കസ് ഫംഗ്ഷനിലേക്ക് പോകും. ബ്ലർ ആണെന്നുണ്ടെങ്കിൽ ബ്ലർ ഫംഗ്ഷനിലേക്ക് പോകും. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഓൺ ഫോക്കസ് നമ്മൾ ഈ ഒരു എൻ്റർ യുവർ യൂസർ നെയിം, അപ്പം നമ്മളിത് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളിത് ഫോക്കസ് ചെയ്യുകയും അതിൽ നിന്ന് മാറ്റുകയും ചെയ്യുമ്പോഴാണ് ഈ രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കി. ഓൺ ഫോക്കസ് എന്ത് ചെയ്യും? ഫോക്കസ് ഫംഗ്ഷനിലേക്ക് പോകും. ഇവിടെ ഉണ്ട്
ഫംഗ്ഷൻ ഫോക്കസ് ഫംഗ്ഷൻ കണ്ടോ. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID മൈ ഇൻപുട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് യെല്ലോ. നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആകും. അപ്പം ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, അതിനെ ഫോക്കസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് യെല്ലോ ആയി. ഇനി അതിൽ നിന്നും ലീവ് ചെയ്യുമ്പോഴാണ് ഓൺ ബ്ലർ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ബ്ലർ കോൾ ചെയ്യുമ്പോൾ എന്താ, ബ്ലർ ഫംഗ്ഷനിലേക്ക് പോകും. ബ്ലർ ഫംഗ്ഷൻ എന്താ ഇവിടെയാണ് കിടക്കുന്നത്. ബ്ലർ ഫംഗ്ഷനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, ലീവ് ചെയ്യുമ്പോൾ എന്ത് കളറാണ് കൊടുക്കേണ്ടത്, റെഡ് കളർ. കണ്ടോ, നമ്മൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്താൽ റെഡ് കളർ ആകും. ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഫോക്കസ് ഫംഗ്ഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്, യെല്ലോ കളറാകാൻ യെല്ലോ കളറായി. ഇനി ആ ഫോക്കസ് നമ്മൾ അതിൽ നിന്ന് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, ബ്ലർ ഫംഗ്ഷനിൽ എന്താ കൊടുത്തേക്കുന്നത്, റെഡ്, അത് ചെയ്യും. റെഡ് കളർ ഇവിടെ വരും ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട്. ഇതാണ് ഓൺ ഫോക്കസും ഓൺ ബ്ലറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഓൺ ഫോക്കസും ഓൺ ബ്ലറും എന്താണ്, ഈവൻറ്റ് ആട്രിബ്യൂട്ട് ആണ്. നമുക്ക് ഫോം വാലിഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈവൻറ്റ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഗ്രാഫിക്സ് ഡിഫൈൻഡ് ബൈ SVG ഈസ് ഇൻ വിച്ച് ഫോർമാറ്റ്. SVGയിൽ ഡിഫൈൻ ചെയ്യുന്ന ഗ്രാഫിക്സ് ഏത് ഫോർമാറ്റിലായിരിക്കും, XML-ലായിരിക്കും. XML എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് XML-ൻ്റെ ഫുൾ ഫോം. അടുത്തത് HTML ക്യാൻവാസ് എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു. എന്തിനാണ് ക്യാൻവാസ് എലമെൻറ്റ്, ഡ്രോ ഗ്രാഫിക്സ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML നമ്മൾ ക്യാൻവാസ് എന്ന് പറയുന്ന എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻ HTML വിച്ച് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദാറ്റ് ആൻ ഇൻപുട്ട് ഫീൽഡ് മസ്റ്റ് ബി ഫിൽഡ് ഔട്ട്. നമ്മളിപ്പോൾ ഫോമൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇൻപുട്ട് ഫീൽഡ് മസ്റ്റായിട്ട് ഫില്ല് ചെയ്തിരിക്കണം എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ആട്രിബ്യൂട്ടാണ്, റിക്വയർഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റിക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മസ്റ്റായിട്ടും ഫിൽ ചെയ്തിരിക്കണം. ഇപ്പോൾ യൂസർ നെയിം നമ്മളവിടെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുത്തിട്ട് അവിടെ റിക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡ് എന്ത് ചെയ്തിരിക്കണം, മസ്റ്റായിട്ടും നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പാസ്വേഡ്, ഇപ്പോൾ ഫസ്റ്റ് നെയിം, ആധാർ നമ്പർ, നമ്മൾ ചില ഫോമൊക്കെ ചെയ്യുമ്പോൾ കാണത്തില്ലേ, ആധാർ നമ്പർ കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റാർ കാണും. എന്താണ് ആ സ്റ്റാറുള്ള ആസ്ട്രിക് സൈൻ കാണും. ആസ്ട്രിക് സൈൻ ഉള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മസ്റ്റായിട്ടും ഫില്ല് ചെയ്തിരിക്കണം. ആ ഫീൽഡിൽ നമ്മൾ ഫോം വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഫോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുത്തിരിക്കും, റിക്കോർഡ് എന്ന് കൊടുത്തിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ട ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റിക്കോർഡാണ്. ഇനി അടുത്തത് വിച്ച് ഇൻപുട്ട് ടൈപ്പ് ഡിഫൈൻസ് എ സ്ലൈഡർ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, റേഞ്ച് ആണ് നമ്മൾ സ്ലൈഡർ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ കണ്ടോ, ഡീഫോൾട്ട് റേഞ്ച് സ്ലൈഡർ ഇവിടെ കണ്ടോ, ഡീഫോൾട്ട് റേഞ്ച് സ്ലൈഡർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു എന്താണ് കൊടുത്തേക്കുന്നത്, റേഞ്ച്, മിൻ ഈസ് ഈക്വൽ ടു 1, മാക്സിമം വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കസ്റ്റം റേഞ്ച് സ്ലൈഡർ എന്ന് പറയുന്നത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഞ്ച്, മിൻ വാല്യൂ, മാക്സ് വാല്യൂ കൊടുത്തിട്ടുണ്ട്, ക്ലാസ് ഏതാണ്, സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്, ID മൈ റേഞ്ച്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് റേഞ്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തോ മിനിമം വാല്യൂ എവിടെ നമുക്ക് സെറ്റ് ചെയ്യണം, വാല്യൂ ഇപ്പോൾ 50 50 കൊടുത്താൽ 50 വരുന്നത്. പിന്നെ അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്, റേഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വിച്ച് HTML എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ സ്കെയിലാർ മെഷർമെൻറ്റ് വിത്ത് എ റേഞ്ച്. സ്കെയിലാർ മെഷർമെൻറ്റ് പിന്നെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മീറ്റർ എന്ന് പറയുന്ന എലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് HTML എലമെൻറ്റ് ഡിഫൈൻ നാവിഗേഷൻ ലിങ്ക് നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് nav എന്ന് പറയുന്ന എലമെൻ്റ് ആണ് ലിങ്ക് നാവിഗേഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻ HTML വാട്ട് ഡസ് ദി aside എലമെൻറ്റ് ഡിഫൈൻസ്. aside എലമെൻറ്റ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, നാവിഗേഷൻ ലിസ്റ്റ് ഷോൺ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേജ്. നാവിഗേഷൻ ലിസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണോ ഷോൺ ചെയ്യേണ്ടത്. ആസ്കി ക്യാരക്ടർ സെറ്റ് ടു സെൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ഓൺ ദി ഇൻ്റർനെറ്റിൽ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്കി ക്യാരക്ടർ സെറ്റ് ചെയ്യുകയാണോ. കണ്ടൻറ്റ് എസൈഡ് ഫ്രം ദ പേജ് കണ്ടൻറ്റ്, അതായത് നമ്മുടെ പേജ് കണ്ടൻറ്റ് വേറൊരു കണ്ടൻറ്റ് കൊണ്ടുവരിക, അതാണോ ഉദ്ദേശിക്കുന്നത്. എന്താണ് HTML aside എലമെൻ്റ് എന്ന് പറയുന്നത്, കണ്ടൻറ്റ് aside ഫ്രം ദി പേജ് കണ്ടൻറ്റ്. അതായത് aside ടാഗ് ഡിഫൈൻസ് സം കണ്ടൻറ്റ് aside ഫ്രം ദി കണ്ടൻറ്റ് ഇറ്റ് ഈസ് പ്ലേസ്ഡ്. അതായത് നമ്മുടെ പേജിൽ ആക്ച്വലി ഒരു കണ്ടൻറ്റ് കാണും. അപ്പോൾ ആ കണ്ടൻറ്റിൻ്റെ സൈഡിലായിട്ടങ്ങാണ് നമുക്ക് മറ്റൊരു കണ്ടൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ aside ടാഗ് യൂസ് ചെയ്യുന്നത്. ദ aside കണ്ടൻറ്റ് ഈസ് ഓഫൺ പ്ലേസ്ഡ് ആസ് എ സൈഡ് ബാർ ഇൻ എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിലെ സൈഡ് ബാർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ
എസ്സേഡ് കണ്ടന്റിനെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എസ്സേഡ് ടാഗ് യൂസ് ചെയ്യാം. കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ നോക്കി. ഇവിടെ നമ്മളൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. മൈ ഫാമിലി എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എസ്സേഡിലാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്? അടുത്ത പാരഗ്രാഫ് കൊടുത്തേക്കുന്നത്. അപ്പം ദ എപ്കോട്ട് സെൻറ്റർ ഈസ് എ തീം പാർക്ക് അറ്റ് വാൾട്ട് ഡിസ്നി എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? കണ്ടോ, ഇതിൻ്റെ സൈഡിലായിട്ടായിരിക്കും വരുന്നത്. ബാക്കി പാരഗ്രാഫ് എല്ലാം കണ്ടോ, മൈ ഫാമിലി ആൻഡ് ഐ വിസിറ്റഡ് ദ എപ്കോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു പാരഗ്രാഫുകൾ നമ്മൾ പിന്നെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫുകളെല്ലാം നോർമൽ പാരഗ്രാഫ് പോലെ വരും. എസ്സേഡ് കൊടുത്തത് മാത്രം എന്ത് ചെയ്യും? ഇവിടെ സൈഡിലായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? എസ്സേഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് HTML എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ ഹെഡർ ഫോർ ഡോക്യുമെൻ്റ് ഓർ സെക്ഷൻ? ഡോക്യുമെൻറ്റിനോ സെക്ഷനിലോ ഹെഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഹെഡർ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് സമയം അനുസരിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്